ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ചെറിയ മോനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്നാക്സിന് ഞാൻ ക്രീം ബിസ്ക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇപ്പം കടയിലുള്ള ഓരോ ബിസ്ക്കറ്റായാലും മാൾക്കിസ്റ്റായാലും കുറേ കഴിക്കാൻ പാടില്ല. ഓരോനെ പറ്റിയിട്ട് ഇപ്പം കൂടുതലായിട്ട് കുറേ വീഡിയോസെല്ലാം യൂട്യൂബിൽ കണ്ട് തീരെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ബിസ്ക്കറ്റാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടവും. ഞാൻ നമ്മൾ ബട്ടർ കുറച്ച് ഒരു 3/4 ഭാഗം ബട്ടർ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ബോക്സ് വരുന്നുണ്ടല്ലോ 100-200 ഗ്രാമിൻ്റെ, അതിൻ്റെ ഒരു 3/4 ഭാഗം. അത്ര വേണമെന്നില്ല, നേരെ പകുതി എടുത്താലും മതി. അതും പിന്നെ അരക്കപ്പോളം ഒരു അര ഗ്ലാസ്, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ഒരു അര ഗ്ലാസ് പഞ്ചസാര ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. ഒട്ടും വെള്ളം ഉണ്ടാവാറ്, വെള്ളം ഇല്ലാണ്ട് പാത്രത്തിലും വെള്ളം ഉണ്ടാവാറ്. നമ്മളെ ബീറ്ററിൻ്റെ മുകളിലും വെള്ളം നനവുണ്ടാകാൻ പാടില്ല. എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് സ്പാച്ചിൽ വെച്ചൊന്ന് തട്ടിക്കൊടുക്കുക. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിക്കളിക്കുന്ന വീഡിയോ. നല്ല തിക്കായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ച പോലെ നല്ല തിക്കായിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ബട്ടർ വെച്ചിട്ട് കുട്ടികൾക്ക് ഇത് ബിസ്ക്കറ്റ് കൊടുത്ത് മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ കുറച്ചൊന്ന് പുഷ്ടി വെക്കാനെല്ലാം നല്ലതാണ്. നമ്മൾ കെമിക്കലിലൊന്നും ചേരുന്നില്ല, നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് നമ്മൾ ഒരു സ്ക്വയറായിട്ടുള്ള ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പം 2 ദിവസമായിട്ട് കടയിൽ വന്നതാണ്. ആ ബിസ്ക്കറ്റ് ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടോ അല്ലെങ്കിലോ ഒരു അമുലിൻ്റെ പാലിൻ്റെ ഇതുണ്ടാവുമല്ലോ, കവറുണ്ടാവുമല്ലോ, അതിൽ ചെറിയൊരു ഹോൾസ് വെച്ച് കൊടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് അമുൽ പാലിൻ്റെ പാക്കറ്റിൽ നമ്മളെ നോസ് ഉണ്ടായിരുന്നു കുറച്ച്, ആ ഒരു നോസ് ഇട്ട് കൊടുത്തതാണ്. ശരിയായിട്ട് നമുക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ അതൊരു സ്ക്വയറാണല്ലോ, നമുക്ക് ശരിക്കും പൈപ്പിംഗ് ബാഗിലാക്കുന്ന പോലത്തെ ഒരു ഇത് കിട്ടില്ല. ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് കുറച്ച് ക്രീം കൂടിപ്പോയോ എന്നൊരു സംശയം, ഇത്ര വേണമെന്നില്ല ക്രീം. എനിക്ക് ക്രീം വന്നിട്ട് ബാക്കിയായിരുന്നു, ഞാൻ കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എപ്പോഴെങ്കിലും പിന്നീട് ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. കുട്ടികൾ ക്രീം ബിസ്ക്കറ്റിന് ചോദിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചെയ്യുന്ന പാത്രത്തിലൊന്നും ഒട്ടും നനവുണ്ടാകാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ, താങ്ക് യു.